തീയൊക്കെ കാഞ്ഞ് എല്ലാരും നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ വയറൊക്കെ വീഴ്ത്തി രാത്രി മൊത്തം മീൻ വഴി സൗണ്ട്. നമ്മുടെ ചുള്ളന്മാരെ കണ്ടില്ലേ? എന്താണ്? ബീഫ് നുള്ളിപ്പറിച്ചതാണ് ഇത്. ഇതാ എന്താണെങ്കിലും സാധനം നല്ലായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കഴിച്ചു. ഇത് കഴിക്കണം. പിന്നെ അടുപ്പത്ത് കിടക്കുന്നതും കഴിച്ചിട്ടില്ല, അതും കഴിച്ചു നോക്കണം. കാട്ടിറച്ചി ഇങ്ങനെയാണ് ചുടുന്നത്. നമ്മള് കാട്ടിലത്തെ ഇറച്ചി ചുട്ടിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. ഇവിടെ ഒരാള് ബീഫിന്റെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ഈ ബീഫിന് ഇതിനൊരു സോസ് ഉണ്ട് കേട്ടോ. എന്താ ഈ പറയണ്ടേ? സോസോ സാലഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിനകത്ത് ഉപ്പും മുളകും ഉള്ളിയുണ്ട്. ഉള്ളിച്ചമ്മന്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീഫ് തട്ടാൻ പോവാണ്. ഈ ബീഫിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടല്ലേ? ബീഫിനകത്ത് എന്താ ഇട്ടിരിക്കുന്നത്? വെറുതെ ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ? ഉപ്പ് മാത്രമേ ഉള്ളൂ. ചൂടോടെ കഴിക്കാനാ? ഞാൻ തന്നെ കഴിക്കണം അല്ലേ? എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും കഴിക്കാൻ പോകുന്നു. സാധനം കണ്ടിട്ട് അടിപൊളിയാ. സൂപ്പർ. അടിപൊളിയാ. എരിയുണ്ട്, പുളിയുണ്ട്. കേട്ടോ പെട്ടെന്ന് കഴിച്ചു. ചൂട് പോകുന്ന മുമ്പ് സൂപ്പറാണ്. എന്തൊക്കെയാ നല്ലൊരു ഫീൽ. നീ ഇതിനോട് സൈഡായിട്ട് കഴിക്കാൻ നമുക്ക് നമുക്കതാ ഇഷ്ടം. എനിക്കത് അങ്ങനെയല്ല. നല്ല സാധനം. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് വെറുതെ ഉപ്പിട്ടിട്ട് നമ്മൾ കനലിൽ ചുട്ടെടുത്തു. ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്ത് സാലഡിന്റെ റെസിപ്പി ഒന്നും സന്തോഷം നമുക്ക് തന്നിട്ടില്ല. നാരങ്ങ, പച്ചമുളക്, ഉള്ളി, ഉപ്പ് ഇത്രയൊക്കെ ഫീൽ ചെയ്തു. ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാ.